KP കുഞ്ഞിക്കണ്ണൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ വ്യക്തമായില്ല. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ മോസിന ഗിദ്വായുടെ വാക്കുകൾ ആരക്കുന്ന തച്ചുണ്ണി എന്നിവിടങ്ങളിലെ ഏതു നേരവും വീഴാറായ നിലയിൽ ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഇവിടുത്തെ വീടുകൾ കടലെടുത്തിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. തലചായ്ക്കാനിടവുമില്ല, ആഹാരവുമില്ല. ആണെങ്കിൽ 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. കാഴ്ചാന്ന സിനിമയിലൂടെ എത്തിയ ബാലതാരം സപ്തശ്രീയിലെ അന്നമ്മയിൽ എത്തി നിൽക്കുന്നു. കുട്ടിയായിരിക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയ സനുഷയാണ്. ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? തിരുവോണ സദ്യയൊക്കെ ഞാൻ കുക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് എന്റെ അടുത്ത് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താ ഉറക്കം വരുന്നു. അധികം ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട പരാതി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ബോട്ട് ഉയർത്തുന്നതിനുള്ള യാതൊരു സഹകരണവും ലഭിച്ചില്ല എന്നാണ്. നാട്ടുകാരുടെ പൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ട് താനും. സെന്റ് ആൻഡ്രൂസ് കടപ്പുറത്ത് നിന്നും ക്യാമറമാൻ അരുൺ ഉള്ളൂരിനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, പ്രഭാതൻ ന്യൂസ്. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ജമ്മു കശ്മീരിൽ വീണ്ടും സംഘർഷം. ശ്രീനഗറിൽ PDP MPയുടെ വീട് അക്രമികൾ അഗ്നിക്കിരയാക്കി. ഒരു ദിവസത്തെ ശാന്തതയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിൽ വീണ്ടും സംഘർഷം. എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. സാമ്പത്തികമായി താങ്കള് ദിലീപുമായി എന്തോ ബന്ധമുണ്ട് എന്നാണ്. അതാണ് തോന്നുന്നു അതിന്റെ ഒരു ഔട്ട്ലൈൻ. അതായത് ദിലീപിന്റെ PR വർക്ക് ചെയ്യുന്നത് താങ്കളുടെ മകനാണ്. ഞാൻ ഇവന്റെ ഒന്നും ഔദാര്യം പറ്റുന്നവനല്ല, പറഞ്ഞേക്കാം. എന്നെ പറ്റി വൃത്തികേടം പറയും, ഞാൻ പറഞ്ഞേക്കാം. തെണ്ടികള് ഒന്നും പറയില്ല. ഞാനങ്ങനെ ഒത്തിന്റെ ഔദാര്യം പറ്റി ജീവിക്കുന്നവനല്ല. തിരുപ്പതിയായി സഭയിലെ കൌൺസിലർമാർ ഉപരോധിച്ചു. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്ക് അനുമതി നൽകിപ്പിക്കുന്നത് വൈകുന്നു. ഇനി ഓപ്പറേഷൻ നടത്താൻ ഒരു സ്ഥലം ബാക്കിയില്ല. പട്ടി വേറെ ആരെങ്കിലും പോയി കടിപട്ടി. കെ മുരളീധരന്റെ വിമർശനങ്ങൾക്കുള്ള VM സുധീരന്റെ മറുപടി ഇന്നുണ്ടാകും. കോൺഗ്രസിന്റെ 131ാം ജന്മദിന ആഘോഷങ്ങളിൽ അബുദാബിയിലെ ജനസംഖ്യയിൽ 30% ഇന്ത്യക്കാരാണ്. ഇന്ത്യക്ക് എണ്ണ നൽകുന്ന രാജ്യമാണ് അബുദാബി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. തങ്കു നിന്റെ ഡ്യൂട്ടി പേഴുംകര പുഴപ്പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ തലനാടിലേക്ക് അപകടത്തിൽപ്പെട്ടു. എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഈശ്വര, അവന് മനസ്സിലായില്ലെന്ന്. ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത അച്ചു. ക്ഷമിക്കണം, അപകടത്തിൽപ്പെട്ടില്ല. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ തമല സ്വദേശി സുരേഷാണ് രാവിലെ കൊല്ലപ്പെട്ടത്. പൂജപ്പുര ബിനു വധക്കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട സുരേഷ്. കൊട്ടേഷൻ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. വിവരങ്ങളുമായി ഹിജാസ് അഹമ്മദ്. ഹിജാസ്, ആരാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു? സ്മൃതി, രാവിലെ 8:30-ക്കാണ് കൊലപാതകം നടന്നത്. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം. എന്തോന്നടേ ഇത്? മിന്നാമിനിങ്ങിന്റെ നുറുങ്ങു വെട്ടോ വിളിച്ചൊന്നും ഇല്ലേ? മാറനല്ലൂരിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നത്. തമനം സ്വദേശിയായ പച്ചക്കറി കൃഷിയുടെ വിജയഗാഥയുമായി 2ാം വർഷവും കരിമണ്ണൂർ സെന്റ് ജോസഫ് സ്കൂൾ ഗൈഡ് സ്കൂൾ കുട്ടികൾ ഒരുക്കിയ കൃഷിത്തോട്ടത്തിൽ വിളഞ്ഞത് പാവലും പടവലവും കോവളവും വെണ്ടയും വെള്ളരിയുമാണ്. നീ ഒന്നും